Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ക്ഷതങ്ങൾ, മുറിവുകൾ, അവയിലൂടെ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അത്ഭുതകരമായ ദൈവശക്തി ഞങ്ങളിലേക്ക് ഒഴുകും. രക്തസാമക്കാരി യേശുവിനെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു, സൗഖ്യം സംഭവിച്ചു. ഈ സഹോദരി മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പേരെന്താ? ബിന്ദുവിൻ്റെ വീട് എവിടെയാ? ഇങ്ങോട്ട് നിൽക്കുക. ബിന്ദുവിൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഇത് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് ഏതാണ്? പുതിയത് ഇത് പിടിച്ച്. ഇത് പുതിയ റിപ്പോർട്ടാണ്. ഈ സഹോദരിയുടെ യൂട്രസിൽ എത്ര മുഴയുണ്ടായിരുന്നു? മുഴകളും കുരുക്കളുമായിട്ടായിരുന്നു, ബ്ലീഡിങ്ങുമായിരുന്നു. കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു. യേശു തൊട്ടു, ബ്ലീഡിങ് സൗഖ്യമായി, മുഴകളും കുരുക്കളും എല്ലാം അപ്രത്യക്ഷമായി. പുതിയ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇന്ന് മകൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ബിന്ദു, സ്ഥലം തിരുവനന്തപുരം. എനിക്ക് സെപ്റ്റംബർ അല്ല, ഓഗസ്റ്റ് മാസം തൊട്ടാണ് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായത്. എനിക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല, തലകറക്കം, ക്ഷീണം എല്ലാമാണ്. 3 മാസം ഞാൻ കിടപ്പായിരുന്നു, ഒന്നും വെക്കാനും പറ്റത്തില്ല. എൻ്റെ മോളാണെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, മോൻ കൊല്ലത്തുമാണ്. അവർ വന്നിട്ടാണ് എൻ്റെ തുണികൾ വരെ കഴുകി തരുന്നത്. എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാം ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനോട് പറയുമ്പം ദൈവം അങ്ങനെ ധ്യാനത്തിന് പോയൊന്നും സുഖം പ്രാപിക്കേണ്ട, ഓപ്പറേഷൻ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ദൈവം സ്പർശിച്ചാൽ പെട്ടെന്ന് ഇതാവും, നമുക്ക് അങ്ങനെ തന്നെ പോവാം. അന്നേരം എൻ്റെ പറയുന്നത് നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഓപ്പറേഷൻ ചെയ്താൽ 95% മാറാൻ സാധ്യതയില്ല. ഇത് പീരീഡ്സ് നിൽക്കുന്ന സമയത്ത് ഇത് അലിഞ്ഞു പോവും, അതുവരെയും ഗുളിക കഴിച്ച് നിൽക്കാൻ. എനിക്കാണെങ്കിൽ 5-6 ഗുളിക വരെ മാസത്തിൽ കഴിക്കണം. എനിക്കാണെങ്കിൽ നീന്തി നിൽക്കാൻ വയ്യ, അത്രയ്ക്കങ്ങ് ഇതാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ധ്യാനത്തിന്, അതിൻ്റെ കൂടെ എനിക്ക് 10 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട്. ഇതും കൂടി ആവും മനസ്സിനങ്ങ് ടെൻഷനും കാര്യങ്ങളും. ഈ ഡിസംബർ മാസത്തിൽ 5 ലക്ഷം രൂപ പലർക്കായിട്ട് കൊടുക്കണം. അതിനും എന്തോ ചെയ്യും. എനിക്കാണെങ്കിൽ അങ്ങ് ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ഇതാണ്, എല്ലാവരോടും ദേഷ്യമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാനൊരു ധ്യാനത്തിന് പോകാം. അങ്ങനെ ഞാൻ വിചാരിച്ച് അട്ടപ്പാടി പോവാന്ന്. അങ്ങനെ അട്ടപ്പാടി മോള് വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞ് അവിടെ ജനുവരി മാസം വരെ ബുക്കിംഗാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും വരെ നീണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് ചിറ്റൂര് പോവാന്ന്. വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വേണ്ട, നമുക്ക് സാവു ബ്രദറിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ഈ ബ്രദറിനെ അറിയത്തില്ല. അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി ഇവിടെ ധ്യാനത്തിന് വന്ന് ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എനിക്ക് ഈ വയറ് കിടന്നങ്ങ് ആടുവാങ്ങ് നല്ലത്. അപ്പോഴേ എനിക്കറിയാം സൗഖ്യം എന്തോ എനിക്ക്
എൻ്റെ ശരീരത്തിന് ഉണ്ടായി എന്ന് എനിക്ക് അവിടെ ഞാൻ ആ ബാക്കിലായിരുന്നു. എനിക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം കാലുവേദന, നടുവേദന, എങ്ങനെയെങ്കിലും 4 ദിവസം ഞാനിവിടെ കഴിച്ചു കൂട്ടിയതാണ്. ഈ വയറിങ്ങനെ ആയപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് രോഗസൗഖ്യം ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി എനിക്ക് പീരീഡ്സ് അടുത്ത സമയമായപ്പം 11-ാം തീയതി വരെ ആയില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുക്ക പോയി. ഡോക്ടർ അന്നേരം കുറിച്ച് സ്കാൻ ചെയ്യാനായിട്ട് കുറിച്ച് തന്നു. ഞാൻ പറഞ്ഞു പഴയ സ്കാൻ റിപ്പോർട്ടും കൂടി കൊണ്ടുപോകണേന്ന് പറഞ്ഞു. അങ്ങനെ പഴയതുമായിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്ത ഡോക്ടർ എന്നെ ചോദിച്ച് മരുന്ന് വല്ലതും കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല. കുരുക്കളൊന്നും കാണുന്നില്ലല്ലേ, ഒന്നും കാണുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. പഴയതുമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കങ്ങ് സന്തോഷമായെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോകണം, ഡോക്ടറിനെ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ച് ഡോക്ടർ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി, ഇത് എന്ത് പറ്റി, ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലേ എന്ന് പറഞ്ഞ്, ഒരു മുഴ പോലും ഇതിനകത്ത് കാണുന്നില്ലല്ലേ എന്ന് പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ ഫയൽ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു ഇനി മരുന്നിനൊന്നും വരണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ മോള് പറഞ്ഞു അമ്മ സാക്ഷ്യം പറയാൻ പോകണം, അമ്മ പോയി പറയണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന, ഞാൻ പറഞ്ഞില്ലേ കടബാധ്യതയുടെ കാര്യം, ഞങ്ങൾ ഇച്ചിരി വസ്തു വിൽക്കാനായിട്ട് ഇട്ടിരുന്നു. ഈ റെയിൽവേ അടുത്തായതുകൊണ്ട് എല്ലാവർക്കും മേടിക്കാനായിട്ടും മടിയാണ്, റെയിൽവേ അടുത്തായതുകൊണ്ട്. അങ്ങനെ ഞാൻ ജീവിത പങ്കാളിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഈ രോഗസൗഖ്യം കണ്ട ഭയങ്കരമായിട്ട് പുള്ളിക്കാരനങ്ങ് വിശ്വാസമായി. അപ്പം ഞാൻ പറഞ്ഞേ ബുക്ക് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞേ ഈ ബ്രദറിൻ്റെ ഈ മൊബൈലിനകത്തൊക്കെ ഉണ്ട്, എനിക്ക് മൊബൈലിൻ്റെ ഇതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഒന്ന് നോക്കാൻ പറഞ്ഞു. അന്നേരം എന്തൊക്കെ മനസ്സോടെ എന്തൊക്കെ പറഞ്ഞു എങ്ങനെയാണ്, ഞാൻ പറഞ്ഞതാ ഈ ബുക്കിനകത്തുണ്ട്, ആ WW എന്നൊക്കെ ഒന്ന് അടിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ കണ്ട. അന്നേരം ബ്രദറെ നോയമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. നോയമ്പെടുക്കും 25 നോയമ്പ് 50 നോയമ്പ്. ഞാൻ പറഞ്ഞു ഞാൻ 25 നോയമ്പ് എടുത്തു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ വസ്തു വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് എടുക്കാവോ? എന്തായാലും ഇനി 14 ഞാൻ എണ്ണിയൊക്കെ ഇനി 14 ക്രിസ്മസിന് 14 ദിവസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒന്ന് എടുക്കാം, ഒരു ദിവസമായാലും മതി. ബ്രദർ പറഞ്ഞ് ശാരീരിക ബന്ധം പോലും നിങ്ങൾ ഉപേക്ഷിച്ച് നോയമ്പെടുത്ത് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിയോഗിച്ച് നോയമ്പെടുത്ത് കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് കടം തീരണ്ടേ, ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാനിങ്ങനെ കയ്യിലിങ്ങനെ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കർത്താവേ ഒരു കാര്യം മാത്രം, ആ വസ്തു ഒന്ന് വിറ്റ് തരണം, ഞങ്ങൾ 2 ആളും കൂടി നോയമ്പെടുക്കാൻ, ശാരീരിക ബന്ധം പോലും ഉപേക്ഷിച്ച് ഞങ്ങൾ 2 ആളും കൂടി നോയമ്പെടുക്കാം ക്രിസ്മസിൻ്റെ അന്ന് വരെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ രാവിലെ ഒരാൾ വന്നിരിക്കുന്നു, ചേട്ടാ വസ്തു വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ട് കാണിച്ച് ഞാൻ അഡ്വാൻസ് മേടിച്ച് കടബാധ്യത മാറാനുള്ള കർത്താവും ദൈവം തന്ന്. ഞാൻ ഓർക്ക് എത്ര നിഷ്കളങ്കമായിട്ടാണ് ഈ ചേച്ചി ഇവിടെ നല്ല സാക്ഷ്യം പറഞ്ഞത് അല്ലേ. ഹൃദയത്തിലുള്ളൊരു സാധാരണ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്ന് പറഞ്ഞ് വളരെ മനോഹരമായൊരു സാക്ഷ്യമാണ് സഹോദരി പങ്കുവെച്ചത്. അത്ഭുത സൗഖ്യം, കടബാധ്യത എന്ന വലിയൊരു വിടുതലെല്ലാം ദൈവം കൊടുത്തു. കർത്താവിന് നന്ദി.